നമസ്കാരം. ഇന്നൊരു വിചിത്ര വീഡിയോ ആണ്. ഷേവിങ്ങിനെ പറ്റി. ഒരുപക്ഷെ മലയാളത്തിൽ ആരും ഇട്ടിട്ടുണ്ടാവില്ല ഷേവിങ്ങിനെ പറ്റി ഒരു വീഡിയോ. പട്ടാണോ എന്ന് വിചാരിക്കും. അല്ല, ഇത് വെറുതെ ഒരു ഷേവിങ്ങിനെ പറ്റിയല്ല. ഫിലിപ്സ് ഇലക്ട്രിക് ഷേവറിനെ പറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ദിവസേന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഷേവിങ്. എന്നാൽ ഇലക്ട്രിക് ഷേവർ എന്ന് പറയുന്ന സാധനം വളരെ തുച്ഛം മലയാളികൾ ഉപയോഗിക്കുന്നുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് നമ്മുടെ ഇടയിൽ അത്ര പ്രശസ്തമല്ല. എന്നാൽ ഞാൻ 40 വർഷമായിട്ട്, അതായത് 1984 മുതൽ ഇപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു സാധനം ഫിലിപ്സിൻ്റെ ഇലക്ട്രിക് ഷേവറാണ്. 40 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. അത്ഭുതം എന്ന് തോന്നിയേക്കാം. കാരണം ഇത്രയും കാലം സ്ഥിരമായിട്ട് ഇലക്ട്രിക് ഷേവർ മാത്രം ഉപയോഗിച്ച ഒരു മലയാളി കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിലെഴുതുക, കമൻറ്റ് ചെയ്യുക. ഞാൻ 84-ലാണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ഷേവർ വാങ്ങുന്നത്. അല്പം വിലയുണ്ടെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. എന്നാൽ നമ്മൾക്ക് അത്രയ്ക്കുള്ള അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഞാനിത് ചെയ്തുകൊണ്ട് തന്നെ കാണിക്കാം. ഇതിങ്ങനെ വഴിക്ക് പോട്ടെ. നമ്മൾ ഷേവ് ചെയ്യാനായിട്ട് അതിനു മുമ്പായിട്ട് ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ബ്ലേഡ്, മറ്റത് മറിച്ചത്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് തയ്യാറെടുത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി മെനക്കെട്ട് ഇങ്ങനെയൊക്കെ ആണല്ലോ ഷേവിങ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇതിനൊക്കെ മടിയാണ്. ദിവസേന ഷേവ് ചെയ്യുക എന്നൊന്നും അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമല്ല. എങ്ങനെ ഷേവ് ചെയ്യാതിരിക്കണമെന്നാണ്. പിന്നെ ജോലി സംബന്ധമായ കാരണത്താൽ ഷേവ് ചെയ്യാതെ പറ്റില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ഷേവ് ചെയ്യാൻ ഇന്ന് താല്പര്യം കാണിക്കുന്നത്. എന്നാൽ ഈ ഇലക്ട്രിക് ഷേവ് നല്ലതാണോ അല്ലെങ്കിൽ ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റാണ്, ഈസിയാണ്. കാരണം ഞാൻ ഒരു കാരണവശാലും ഒരു ദിവസം പോലും ഷേവ് ചെയ്യാതിരിക്കില്ല. ഈ 40 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഇത് മാത്രം. അതായത് ഏകദേശം 15,000 തവണ ഷേവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീരമാണ്. പക്ഷേ കണ്ടീഷണൽ. ദിവസവും ഷേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം. കാരണം ദിവസേന ഷേവ് ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് ഷേവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 4-5 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് ഇത് ഷേവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് ഇരട്ടിപ്പണിയാണ്. എന്നാൽ ദിവസേന ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ഈസിയുമാണ്. നമ്മൾക്കിതുപോലെ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും കുറച്ച് സമയത്തിനുള്ളിൽ മറ്റ് ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടിയാണെങ്കിലും നമ്മൾക്ക് ഷേവ് ചെയ്ത് മിനുമിനാന്ന് നല്ല കുട്ടപ്പനായിട്ടിരിക്കാം. സാധാരണ ബ്ലേഡ് വെച്ച് ഷേവ് ചെയ്യുമ്പോൾ എത്ര നീളമുള്ള രോമമാണെങ്കിലും അത് അടിയിൽ നിന്ന് തന്നെ മുറിച്ച് കളയുകയാണല്ലോ. എന്നാൽ ഇത് അങ്ങനെയല്ല. കുറച്ച് വീതം മുറിച്ച് കളയുന്നത് കൊണ്ട് ദിവസേന നമ്മൾക്ക് ഷേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ സാധനം. 84-ൽ സൗദിയിൽ ആയിരുന്നപ്പോൾ ഇതിനോടൊരു ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ വാങ്ങുന്നത്. അന്ന് ട്വിൻ ബ്ലേഡ് വാങ്ങിച്ചത്. ഈ കാണുന്നത് 3 ബ്ലേഡുകളാണ്. ഇതിൻ്റെ തന്നെ 2 ബ്ലേഡുകൾ മാത്രം ഉള്ളതുകൊണ്ട് ആ കാലത്ത് ഞാൻ ആദ്യം വാങ്ങിച്ചത് 2 ബ്ലേഡ് ഉള്ളതാണ്. 2 ബ്ലേഡ് ഉള്ളത് 280 സൗദി റിയാലിനാണ് അന്ന് വാങ്ങിച്ചത്. ഏകദേശം 1000 രൂപയായി. ഇപ്പോൾ ഇന്ത്യയിൽ ധാരാളം ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ഏകദേശം 2000 രൂപ തുടങ്ങി മോഡലിനനുസരിച്ചും. ഇതിൻ്റെ ബ്ലേഡുകൾ ഷാർപ്പ്നെസ് കുറയില്ലേ എന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം. ഇല്ല, ഇത് സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡുകളാണ്. അതായത് അതിൻ്റെ ബ്ലേഡ് അതിൻ്റെ കവറിൽ തന്നെ ഒരഞ്ഞൊരഞ്ഞ് ഷാർപ്പായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ മെഷീൻ തന്നെ അല്ല കഴിഞ്ഞ 40 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം 10 വർഷം ഒരു മെഷീൻ ഒരു കേടുപാടും കൂടാതെ സുഖമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇടയ്ക്കൊരു ഷേവർ എൻ്റെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വേറെ ഒരെണ്ണം വാങ്ങേണ്ടി വന്നു. അങ്ങനെ ഇത് 40 വർഷത്തിനിടയിലെ 5ാമത്തെ ഷേവറാണ് ഉപയോഗിക്കുന്നത്. 2000 രൂപ മുതലാണ് വില എന്ന് പറഞ്ഞെങ്കിലും പല മോഡലുണ്ട്. ചിലത് നമ്മൾക്ക് പ്ലഗിൽ കുത്തി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത്, വേറെ ചിലത് പ്ലഗിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം ചാർജ് ചെയ്ത യൂണിറ്റ് നമുക്ക് ഷേവ് ചെയ്യാൻ ഉപയോഗിക്കാം. എന്നാൽ വേറെ ചിലതുള്ളത് എല്ലാവിധത്തിലും ഉപയോഗിക്കാം. ചാർജ് ചെയ്ത് ഉപയോഗിക്കാം, ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം, ഡയറക്റ്റായിട്ട് പ്ലഗ് കുത്തി ഉപയോഗിക്കാം. ഇതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില കൂടുന്നത്. ബ്ലേഡ് എല്ലാം ഒരുപോലത്തെ തന്നെയാണ്. പിന്നെ റോട്ടോ ആക്ഷൻ, മൾട്ടി ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ മൊബൈലിൻ്റെ കാര്യം പറയുന്നത് പോലെ പല പേരുകളിൽ 5000, 6000 രൂപയ്ക്കുള്ളതൊക്കെ കിട്ടുന്നുണ്ട്.
ഇത് അതിൻ്റെ ഒരു നോർമൽ മോഡലാണ്. ചാർജ് ചെയ്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന 2300 2500 തോന്നുന്നു. ഇത് 6 വർഷമായി വാങ്ങിയിട്ട്, അഞ്ചാമത്തത്. അങ്ങനെ പല വിലയ്ക്കും കിട്ടും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദിവസേന നിങ്ങൾക്ക് ഷേവ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ഇരട്ടി പണിയാണ്. ഒരു പക്ഷേ ഇത്രയും കാലം യൂസ് ചെയ്ത ഒരാൾ ഉണ്ടാവുമോ എന്ന് സംശയമാണ്. എന്നാലും 84 തുടങ്ങി ഞാൻ നല്ല സന്തോഷമായിട്ട് എല്ലാ ദിവസവും ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ എന്തെങ്കിലും കാരണവശാൽ ഇത് നഷ്ടപ്പെടുകയോ കൊണ്ടുപോകാൻ മറന്നു പോവുകയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ 40 വർഷത്തിനിടയിൽ സാധാരണ ബ്ലേഡ് വാങ്ങി ഒരു 50 പ്രാവശ്യത്തിൽ താഴെ ചിലപ്പോൾ ഷേവ് ചെയ്തിട്ടുണ്ടാകാം. ബാക്കി എൻ്റെ ജീവിതത്തിലെ ഈ 40 വർഷത്തിനിടയിൽ മുഴുവൻ ഈ ഷേവർ കൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത്ര ഒരു ഗംഭീര ഐറ്റമാണ്. ഒരുപാട് ബ്രാൻഡുകളുടെ ഷേവർ ഉണ്ടെങ്കിലും ഡെറ്റോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഫിലിഷേവ് അല്ലെങ്കിൽ ഫിലിപ്സിൻ്റെ ഇലക്ട്രിക് ഷേവറിനെ വെല്ലാൻ ഒരു ബ്രാൻഡും ഇന്ന് ലോകത്തിലില്ല. ഇതിനേക്കാൾ ലാഭമാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ വില കുറവാണ് നമ്മുടെ സാധാരണ ബ്ലേഡ് ഉപയോഗിച്ച് ഷേവ് ചെയ്യുന്നത് എന്നെല്ലാം പറയാം. പക്ഷെ പലതും പല കാര്യങ്ങളാണ്, ഓരോ ആളുകളുടെ താല്പര്യം, അവരുടെ ഇൻട്രസ്റ്റ്. പക്ഷെ ഇത് പ്രയോജനമില്ലാത്തതാണ് എന്നൊന്നും ആരും വിചാരിക്കരുത്. അതിൻ്റെ തെളിവാണ് ഞാൻ. ഒരിക്കലും ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ 15,000-ത്തിലധികം ഷേവിങ് എൻ്റെ ജീവിതത്തിൽ ഈ സാധനം കൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ പുറകിൽ ട്രിമ്മർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഈ ട്രിമ്മർ കൊണ്ട് മീശ ഒന്നും മുറിക്കാൻ പോയാൽ ശരിയാവില്ല. കൃത്യമായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഈ സൈഡൊക്കെ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് തലമുടിയുടെ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന തലമുടിയൊക്കെ ഒന്ന് ഇങ്ങനെ കളയാനോ ഒക്കെ ഉപയോഗിക്കാം. ഓർക്കുക, ദിവസവും ഷേവ് ചെയ്തേ പറ്റൂ. ഷേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇതിന് പോവുക, അല്ലെങ്കിൽ ഇതിന് പോകുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.